viewers, welcome back to Silent Learning. It's me, Rohit. മക്കളെ, കൺസെപ്റ്റ് റിവിഷൻ വീഡിയോസ് ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കൺസെപ്റ്റ്സും ഒരു 20 മിനിറ്റ് ടു 30 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാമെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് സൈലത്തിന്റെ കൺസെപ്റ്റ് റിവിഷൻ വീഡിയോസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കൺസെപ്റ്റ്സും ഒരൊറ്റ വീഡിയോയിൽ എക്സ്ട്രാ പ്രോബ്ലംസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. കൺസെപ്റ്റ്സ് മാത്രം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട വീഡിയോസ് ആണ് കൺസെപ്റ്റ് റിവിഷൻ വീഡിയോസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിനോമിയൽസിലെ എല്ലാ കൺസെപ്റ്റ്സും ആണ്. മുഴുവൻ കൺസെപ്റ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കൺസെപ്റ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ വാട്ട് ഈസ് പോളിനോമിയൽസ്? എന്താണ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. അതിൽ വേരിയബിൾസ് ഉണ്ടാവും, കോൺസ്റ്റൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ കോഎഫിഷ്യൻസ് ഉണ്ടാവും, അതേപോലെ അഡീഷൻ ഉണ്ടാവും, സബ്ട്രാക്ഷൻ ഉണ്ടാവും, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊന്നും അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഹോൾ നമ്പർ എക്സ്പോണൻസ് ഓൺ ദ വേരിയബിൾസ്. വേരിയബിൾസിന്റെ പവർ ആയിട്ട് ഹോൾ നമ്പേഴ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താടാ? അപ്പം പോളിനോമിയൽ എക്സ് വരുന്ന പോളിനോമിയൽ വെച്ചാൽ അതിന്റെ വേരിയബിൾ എക്സ് ആണ്. അപ്പോൾ വൈ വരുന്ന പോളിനോമിയൽ വെച്ചാൽ വേരിയബിൾ വൈ ആണ്. അപ്പോൾ അതിന്റെ പവർ ആയിട്ട് ഹോൾ നമ്പേഴ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. എന്താണ് ഹോൾ നമ്പേഴ്സ്? 0, 1, 2, 3 അങ്ങനെ പോകുന്ന നമ്പേഴ്സ്. ദാറ്റ് മീൻസ് x² + 2x + 1 ഇതൊരു പോളിനോമിയൽ ആണ്. കാരണം ഇതിൽ വേരിയബിൾ ഏതാ? എക്സ് ആണ്. അതിന്റെ പവർ ആയിട്ട് വരുന്ന നമ്പേഴ്സ് നോക്ക്. ഇവിടെ 2 വെറും എക്സ് എന്ന് പറഞ്ഞാൽ x⁻1 അല്ലേ? 1 രണ്ട് ഹോൾ നമ്പർ ആണല്ലോ. ആണ്. അറ്റ് ദ സെയിം ടൈം x³ + x⁻2 - 2 + 3 ഇതൊരു പോളിനോമിയൽ അല്ല. കാരണം ഇവിടെ വേരിയബിൾ എക്സ് ആണ്. എക്സിന്റെ പവർ ആയിട്ട് 3 ഉണ്ട്, -2 ഉണ്ട്. ആ -2 എന്ന് പറഞ്ഞാൽ എന്തല്ല? ഹോൾ നമ്പർ അല്ല. അതുകൊണ്ട് അത് പോളിനോമിയൽ അല്ല. അതേപോലെ തന്നെ y² + 1/y + 3 ഇതൊരു പോളിനോമിയൽ അല്ല. കാരണം ഈ y² പവർ ആയിട്ട് വൈയിൽ പവർ ആയിട്ട് 2 വരുന്നുണ്ട്, ഓക്കെയാണ്. അടിയിലുള്ള വൈൻ്റെ പവർ 1 ആണ്. പക്ഷെ അടിയിൽ y വെക്കൂല നമ്മൾ. ഈ അടിയിലത്തെ 1/y ഇല്ലടാ, അടിയിലത്തെ y ഇല്ല, നമ്മൾ മേലോട്ടൊക്കെ എടുത്തിരുമ്പോൾ y⁻1 ആവും. ആ പവർ എന്തായി? വൈൻ്റെ പവർ എന്തായി? -1 ആയി. വേരിയബിളിന്റെ പവർ നെഗറ്റീവ് ആയി. ഹോൾ നമ്പർ അല്ല. അപ്പോൾ എന്തല്ല? പോളിനോമിയൽ അല്ല. അതേപോലെ ഇപ്പോൾ പറയുകയാണെങ്കിൽ x³ + 2√x + 3 പോളിനോമിയൽ അല്ല. കാരണം x√x എന്ന് പറഞ്ഞാൽ x⁻1/2 ആണ്. അത് ഹോൾ നമ്പർ അല്ലോ. വേരിയബിളിന്റെ പവറിൽ ഹോൾ നമ്പർ അല്ല വന്നത്. അതുകൊണ്ട് അത് പോളിനോമിയൽ അല്ല. അപ്പോൾ ബേസിക്കലി പോളിനോമിയൽ ആവണമെങ്കിൽ വേരിയബിളിന്റെ പവറിൽ എന്ത് വരണം? ഹോൾ നമ്പർ വരണം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ പോയിന്റ്. പോളിനോമിയൽ ആണെങ്കിൽ വേരിയബിളിന്റെ പവറിൽ ഹോൾ നമ്പർ മാത്രമേ വരാൻ പാടുള്ളൂ. MCQs ചോദിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ. ഒരു പോളിനോമിയലിന്റെ വേരിയബിളിന്റെ ഹയസ്റ്റ് പവറിനെയാണ് ഡിഗ്രി എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ x² + 3x³ + x + 4. ഈ പോളിനോമിയലിൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ വേരിയബിൾ എക്സ് അല്ലേ? അതിന്റെ ഹയസ്റ്റ് പവർ എന്താ? ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 1 ആണ് പവർ. അപ്പോൾ ഹയസ്റ്റ് പവർ ഏതാ? 3 അല്ലേ? 1, 2, 3 ഏതാ ഹയസ്റ്റ് നമ്പർ? 3 അല്ലേ? അപ്പോൾ 3 ആണ് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഒരു പോളിനോമിയലിലെ വേരിയബിളിന്റെ പവേഴ്സിൽ ഡിഫറെന്റ് ടേംസിൽ ഡിഫറെന്റ് പവേഴ്സ് ഉണ്ടാവും. അതിൽ ഏറ്റവും ഹയസ്റ്റ് പവർ ഏതാണോ അതാണ് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഇനി നെക്സ്റ്റ് വൺ, ഡിഗ്രി ഓഫ് നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ. എടാ, ഈ നമ്പേഴ്സിലെ ചുമ്മാ പറയുകയാണെങ്കിൽ ഇപ്പോൾ 0, 1, 2, -1, -3, 1/2, -5/6, √3 ഇതൊക്കെ ഈ കോൺസ്റ്റൻസ് ഒക്കെ പോളിനോമിയൽസ് ആയിട്ട് നമുക്ക് പറയാം. ഇതിനൊക്കെ പോളിനോമിയൽസ് ആയിട്ട് നമുക്ക് പറയാം. ഇതിൽ സീറോനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 0 പോളിനോമിയൽ എന്ന് വിളിക്കും. ഇതിൽ സീറോനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 0 പോളിനോമിയൽ എന്ന് വിളിക്കും. അപ്പോൾ 0 ഒഴിച്ച് ബാക്കിയുള്ള കോൺസ്റ്റൻസിനൊക്കെയോ 0 അല്ലാത്ത കോൺസ്റ്റന്റ് പോളിനോമിയൽസ്, ദാറ്റ് ഈസ് നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽസ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ 0 പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, 0 പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. 0 പോളിനോമിയലിന്റെ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഡിഗ്രി 0 ആണ്. നോൺ സീറോ ആയിട്ടുള്ള, അതായത് 1, 2, -1, -3, -5, 6 അങ്ങനത്തെ 0 അല്ലാത്ത എല്ലാ കോൺസ്റ്റന്റ് പോളിനോമിയൽസിന്റെ √3, √2 അങ്ങനത്തെ എല്ലാ കോൺസ്റ്റന്റ് പോളിനോമിയൽസിന്റെയും 0 അല്ലാത്ത 0 ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കോൺസ്റ്റന്റ് പോളിനോമിയൽസിന്റെയും ഡിഗ്രി എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം 0 പോളിനോമിയലിന്റെ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. MCQ ചോദിക്കും. 2024 ബോർഡ് എക്സാമിനേഷനിൽ കേരള സെക്ടറിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ്. അസെഷൻ റീസൺ ആയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ, പോളിനോമിയൽസിനെ നമുക്ക് 2 രീതിക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഡിഗ്രി വെച്ചിട്ടും ഒന്ന് നമ്പർ ഓഫ് ടേംസ് വെച്ചിട്ടും. ഡിഗ്രി 1 ആണെങ്കിൽ ലീനിയർ പോളിനോമിയൽ, ഡിഗ്രി 2 ആണെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ഡിഗ്രി 3 ആണെങ്കിൽ ക്യൂബിക് പോളിനോമിയൽ അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്നൊക്കെ പറയാറുണ്ട്. ഡിഗ്രി 4 ആണെങ്കിൽ ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അല്ലെങ്കിൽ ക്വാർട്ടിക് പോളിനോമിയൽ എന്നുള്ള പറയാറുണ്ട്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ അത് റെഫർ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്പർ ഓഫ് ടേംസ്, ഒരു ടേം ഉണ്ടെങ്കിൽ മോണോമിയൽ, 2 ടേം ഉണ്ടെങ്കിൽ ബൈനോമിയൽ, 3 ടേം ഉണ്ടെങ്കിൽ ട്രൈനോമിയൽ. ഫോർ എക്സാമ്പിൾ മോണോമിയൽ എക്സാമ്പിൾ ആണ് വെറും x² മോണോമിയൽ ആണ്. ബൈനോമിയൽ ആണെങ്കിൽ x+1 ബൈനോമിയൽ ആണ്. ട്രൈനോമിയൽ ആണെങ്കിൽ 3x² + x + 2 ട്രൈനോമിയൽ ആണ്. 3 ടേംസ് ഉണ്ട്.
ഓക്കെ അല്ലേ? ഇനി ക്ലാസിഫിക്കേഷൻ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നോക്കുക, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡിഗ്രീൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് വൺ ഈസ് ലീനിയർ പോളിനോമിയൽ. ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയലാണ് ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത്. അതിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ മക്കളെ, അതിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് AX+B ആണ് അതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. കണ്ടീഷൻ ഉണ്ട്, A not equal to 0, A 0 ആവരുത്. പിന്നെ അതേപോലെ തന്നെ എയും ബിയും എന്താ കോൺസ്റ്റൻസ് ആണ്. AX+B ആണ് ജനറൽ ഫോം, A not equal to 0 ആണ്, എയും ബിയും കോൺസ്റ്റൻസ് ആണ്. ഓക്കെ അല്ലേ? ആൻഡ് എക്സാമ്പിൾസ് 2x - 3 -y - 1 -2x - 4 -q+4 p+5 ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇതിൽ എയും ബിയും എന്താന്ന് ഞാൻ പറഞ്ഞില്ല. ഫസ്റ്റ് വണ്ണിൽ എ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, എ എന്ന് പറഞ്ഞാലടാ എക്സിന്റെ കോഎഫിഷ്യൻ്റാ. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യൻ്റ് എന്താ 2, അപ്പോൾ അതാണ് എ. ബി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ലാസ്റ്റിലെ കോൺസ്റ്റന്റ് 3 അല്ല -3 ആണ്, അപ്പോൾ ബി -3 ആണ്. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിളിൽ -5 - 1 എ എന്ന് പറഞ്ഞാൽ വൈൻ്റെ കോഎഫിഷ്യന്റ്, വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ആണ് എ, എന്താ -1. ബി എന്താ ലാസ്റ്റുള്ളത് എന്താ -1, അതാണ് ബി. മൂന്നാമത്തേലാണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ -2, ബി എന്ന് പറഞ്ഞാൽ -4. ഇനി ലാസ്റ്റിലത്തേലാണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ വെറും പി അല്ലേ, വെറും പി എന്ന് പറഞ്ഞാൽ 1p ആ, A1, ബി എന്ന് പറഞ്ഞാൽ +5. അപ്പോൾ ഇതാണ് ബേസിക്കലി ലീനിയർ പോളിനോമിയൽ AX+B എന്ന ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്നത്. കണ്ടീഷൻ ഉണ്ട്, A 0 ആവരുത്, എ ബിയും കോൺസ്റ്റൻസ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയൽസിനാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് എന്ന് വിളിക്കുക. ആൻഡ് അതിന്റെ ജനറൽ ഫോം ഈസ് AX² + BX+C. AX² + BX+C ആണ് അതിന്റെ ജനറൽ ഫോം. അഗൈൻ കണ്ടീഷൻ ഉണ്ട്, A not equal to 0, A 0 ആവരുത്. അത് മൂന്ന് പോളിനോമിയൽസിലും ലീനിയർ ആണെങ്കിലും ക്വാഡ്രാറ്റിക് ആണെങ്കിലും ക്യൂബിക് ആണെങ്കിലും A not equal to 0 ആയിരിക്കും. A 0 ആവാൻ പാടില്ല. എടാ A 0 ആയി പോയാലേ ഇതിൽ ഈ ടേം ഇല്ലല്ലോ, പിന്നെ AX² 0 × X² അതില്ല. പിന്നെ BX+C ഉള്ളൂ, അതിന്റെ ഡിഗ്രി എന്താ എക്സിന്റെ പവർ 1 അല്ലേ, അപ്പോൾ അത് ലീനിയർ ആയിട്ട് മാറിപ്പോകൂലേ. അങ്ങനെ മാറിപ്പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്രത്യേകം പറയുന്നത് A 0 ആവാൻ പാടില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ ഇതാ എയും ബിയും സിയും എന്താണ് കോൺസ്റ്റൻസ് ആണ്. പിന്നെ എക്സാമ്പിൾസ് ആണിത്, 3x² + 2x + 5. ഇവിടെ എ എന്താ, എ എന്ന് പറഞ്ഞാൽ 3, ബി എന്താ 2, സി എന്താ 5. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ -3x² -4x + 6. അവിടെ എ എന്ന് പറഞ്ഞാൽ -3 ആണ്, ബി എന്ന് പറഞ്ഞാൽ -4 ആണ്, സി എന്ന് പറഞ്ഞാൽ 6 ആണ് കേട്ടോ. ഇനി അടുത്ത എക്സാമ്പിൾ 5y² + 6. ഇവിടെ എന്താ, ഇതിൽ എ എന്താ, എ എന്ന് പറഞ്ഞാൽ സ്ക്വയർ വരുന്ന ടേമിന്റെ കോഎഫിഷ്യന്റ് എന്താ 5. ബി എന്താ, ബി എന്ന് പറഞ്ഞാൽ ഇപ്പം y അല്ലേ ഇവിടുത്തെ വേരിയബിൾ, വെറും y വരുന്ന ടേമിന്റെ കോഎഫിഷ്യന്റ് ആണ് ബി അല്ലെ. ബി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ വെറും എക്സ് വരുന്ന ടേമിന്റെ കോഎഫിഷ്യന്റാ, എക്സിന്റെ കോഎഫിഷ്യന്റാ. പക്ഷെ ഇവിടെ വെറും y വരുന്ന ടേം ഉണ്ടോ, ഇല്ല. അപ്പോൾ ബി എന്താ ബി 0. സി എന്താ, സി എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഇല്ലാത്ത ടേം എന്താ 6. അല്ല 0 ആവാൻ പാടുണ്ടോ, ബി 0 ആവാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ. എ മാത്രമാണ് 0 അല്ല എന്ന് പറഞ്ഞത്, ബിയും സിയും ഒക്കെ എന്ത് വേണേ ആവാം. എ മാത്രമേ 0 ആവാൻ പാടില്ലാണ്ടുള്ളൂ, ബാക്കി ഏത് വേണേൽ 0 ആവാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബി 0 ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഓക്കെ, അടുത്തതിൽ x² മാത്രം, ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാ. അവിടെ എ എന്താ x² വരുന്ന ടേമിന്റെ കോഎഫിഷ്യന്റ്, x²ന്റെ കോഎഫിഷ്യന്റ്, സ്ക്വയർ വരുന്ന വേരിയബിൾ, അതിൽ ആ വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് എന്താ വെറും x² എന്ന് പറഞ്ഞാൽ 1x² അല്ലേ. അപ്പോൾ അതിന്റെ അവിടുത്തെ എ എന്ന് പറഞ്ഞാൽ 1 ആണ്. ബി ഉണ്ടോ, എക്സ് വരുന്ന ടൈമില്ല, വെറും എക്സ് വരുന്ന ടൈമില്ല, അപ്പോൾ ബി 0. സി ഉണ്ടോ, വെറും കോൺസ്റ്റന്റ് ഉണ്ടോ, അതിൽ വെറും x² അല്ലേ, കോൺസ്റ്റന്റ് ഇല്ലല്ലോ, ഇല്ല, അപ്പോൾ സിയും 0. A1, ബിയും സിയും രണ്ടും 0 ആണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് വൺ ഇസ് ക്യൂബിക് പോളിനോമിയൽ. ക്യൂബിക് പോളിനോമിയലിന്റെ ജനറൽ ഫോം അഥവാ ക്യൂബിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഡിഗ്രി 3 ആണ്. അതിന്റെ ജനറൽ ഫോം AX³ + BX² + CX + D ആണ്. കണ്ടീഷൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ A not equal to 0, എയും ബിയും സിയും ഡിയും എന്താണ് കോൺസ്റ്റൻസ് ആയിരിക്കണം. എക്സാമ്പിൾസ് താഴെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. എ ഒഴിച്ചിട്ട് ബാക്കി ഏത് 0 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, x² വരുന്ന ടൈമില്ല, ദാറ്റ് മീൻസ് ബി 0 ആണ്. എക്സ് വരുന്ന ടൈമില്ല, ഐ മീൻ എക്സ് എന്ന് വെച്ചാൽ ഇവിടെ y ആണ്, y വരുന്ന ടൈമില്ല, അപ്പോൾ എന്താ സി 0 ആണ്. പിന്നെ ഡി മാത്രമുണ്ട്, ഡി എത്രയാണ് -3. ഓക്കെ, ഇവിടെ A2, B3, സി ഇല്ല, വെറും എക്സ് വരുന്ന ടൈമില്ല, അപ്പോൾ സി 0, ഡി ഉണ്ട്, എന്താ -4. ആദ്യത്തിൽ A3, B2, C1, D2. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ നമ്പർ ഓഫ് ടേംസിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് വൺ ഈസ് മോണോമിയൽസ്, ഒറ്റ ടൈം മാത്രം. ഫോർ എക്സാമ്പിൾ 2x ഒറ്റ ടൈമുള്ളൂ, വെറും y ഒറ്റ ടൈമുള്ളൂ, 3x² ഒറ്റ ടൈമുള്ളൂ, ഇതൊക്കെ മോണോമിയൽസ് ആണ്. നെക്സ്റ്റ് വൺ ബൈനോമിയൽസ്, രണ്ട് ടേംസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 3x + 1, രണ്ട് ടേംസ് ഉണ്ട്, ഒന്ന് 3x ഉം ഒന്ന് 1 ഉം. അടുത്തത് 5x² - 2, രണ്ട് ടേംസ് ഉണ്ട്, 5x² - 2, രണ്ട് ടേംസ് ഉണ്ട് അല്ലേ. അടുത്ത ട്രൈനോമിയൽസ്, മൂന്ന് ടേംസ് ഉണ്ടാവും, 1, 2, 3, 1, 2, 3, രണ്ട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, അത്രയും പഠിച്ചാൽ മതി അതൊക്കെ. നെക്സ്റ്റ് വൺ സീറോസ് ഓഫ് എ പോളിനോമിയൽ. എടാ ഞാനൊരു പോളിനോമിയൽ എഴുതുന്നു. x - 2. ഓക്കെ, ഈ x - 2ൽ let me name it as p of x. ഞാൻ അവിടെ എക്സിന് പകരം 2 കൊടുക്കുന്നു, അതായത് p of x എടുത്തൊക്കെ 2, p of 2 എന്ന് പറഞ്ഞാൽ എന്താ, x എടുത്തൊക്കെ 2 കൊടുക്കുക, ഇവിടെ x പകരം 2 കൊടുക്കുക, 2 - 2 അല്ലേ.
2 മൈനസ് 2 എന്ന് വരും, 0 ആയിപ്പോയി. അതായത് ഈ പോളിനോമിയലിൽ എക്സിലെടുത്ത് ഞാൻ 2 കൊടുത്തപ്പം പോളിനോമിയൽ ടോട്ടൽ 0 ആയിപ്പോയി. അതായത് എക്സിന് പകരം വേരിയബിളിന് പകരം ഞാൻ ഒരു നമ്പർ കൊടുത്തപ്പം ആ പോളിനോമിയൽ ടോട്ടൽ 0 ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ വേരിയബിളിന് പകരം ഞാൻ കൊടുത്ത നമ്പർ ഏതാണോ ആ നമ്പറാണ് ആ പോളിനോമിയലിന്റെ 0 എന്ന് പറയുന്നത്. സോ 0 ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയലിലെ വേരിയബിളിന് പകരം നമ്മൾ കൊടുക്കുന്ന നമ്പറാണ്. ആ നമ്പർ ആ വേരിയബിളിന് പകരം നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോളിനോമിയലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോളിനോമിയലിന്റെ ടോട്ടൽ വാല്യൂ 0 ആയി പോകണം. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണല്ലോ? ഫോർ എക്സാമ്പിൾ എക്സ് മൈനസ് 4, അവിടെ 0 എന്താ 4 ആണ്, കാരണം എക്സിന് വരെ 4 കൊടുത്താൽ 4 മൈനസ് 4 ടോട്ടൽ 0 ആയി പോകില്ലേ. അപ്പോൾ ലീനിയർ പോളിനോമിയൽസിന്റെ ഒക്കെ സീറോസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പം എക്സ് മൈനസ് 4 ആണെങ്കിൽ നമ്മൾ അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. അത് ഈക്വൽ ടു 0 എന്ന് എഴുതും. എന്നിട്ടോ എക്സ് ഇക്വൽ എന്താ വരിക, -4 അപ്പുറം പോയാൽ +4, അതാണ് അതിന്റെ 0. ഇനിയിപ്പം 3x + 4 ആണെങ്കിൽ പോളിനോമിയൽ അതിന്റെ 0 എന്ന് പറഞ്ഞാൽ അതിന്റെ 0 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ, അതിന് ഈക്വൽ ടു 0 കൊടുക്കുക, എന്നിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്താ ചെയ്യുക, ആദ്യം +4 അപ്പുറം പോകും. അപ്പോൾ 3x = +4 അപ്പുറം പോയാൽ -4. ഇനി 3 അപ്പുറം പോകണം, ഇൻറ്റു 3 അപ്പുറം പോയാൽ അപ്പുറത്ത് ഓൾറെഡി -4 ഉണ്ട്, ഇൻറ്റു 3 അപ്പുറം പോയാൽ /3 -4/3. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ 3x + 4ൽ എക്സിന് വരെ -4/3 കൊടുത്തു നോക്ക്. എന്താ 3 × x എന്താ -4/3 +4, 3 കട്ടായി, -4 + 4 0 ആയി പോയി, ടോട്ടൽ 0 ആയി പോകുന്നുണ്ട്. അപ്പോൾ ലീനിയർ പോളിനോമിയലൊക്കെ സീറോസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ ലീനിയർ പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്താ, ax + b അല്ലേ. അതിന്റെ 0 എന്ന് പറഞ്ഞാൽ എന്താ, ax + b ടോട്ടൽ ഈക്വൽ ടു 0 കൊടുക്കുക, ടോട്ടൽ പോളിനോമിയലിന്റെ വാല്യൂ 0 ആവും. അപ്പോൾ എക്സ് എന്താ വരിക, ബി അപ്പുറം പോയാൽ -b, ഇൻറ്റു എ അപ്പുറം പോയാൽ /a, -b/a ആണ് 0. MCQ ചോദിച്ചേക്കാം. ലീനിയർ പോളിനോമിയലിന്റെ 0ന്റെ ജനറൽ ഫോം MCQ ഒക്കെ ചോദിക്കും. MCQ ഒക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ദാറ്റ് ഈസ് -b/a കേട്ടോ മക്കളെ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ ലീനിയർ പോളിനോമിയൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ സീറോസ്. ഒരു പോളിനോമിയലിന്റെ 0 എന്ന് പറഞ്ഞാലേ ഇപ്പൊ നമുക്ക് 0 മാത്രമാണ് കിട്ടിയത്, 0 ആയിട്ട് ഇതാ ഇവിടെ ഈ പോളിനോമിയലിന്റെ 0 ആയിട്ട് 4 ആവുന്നത്. അപ്പോൾ ഒരു പോളിനോമിയലിന്റെ 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണെന്ന് നിർബന്ധമൊന്നുമില്ല. 0 ഓഫ് എ പോളിനോമിയൽ നീഡ് നോട്ട് ടു ബി 0. 0 ആണെന്ന് 0 എന്നുള്ള നമ്പർ 0 ആയിട്ട് വരണമെന്ന് ഒരു നിർബന്ധമില്ല. 4 വരാം, 1 വരാം, 1/2 വരാം, ഏത് വേണേ വരാം, കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഞാൻ ഒരു പോളിനോമിയൽ എഴുതാം അവിടെ, x². ഇതെന്ത് പോളിനോമിയലാ, ലീനിയർ ആണോ, ക്വാഡ്രാറ്റിക് ആണോ, ക്യൂബിക് ആണോ? ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാ. അതിന്റെ 0 എന്താ, ഇത് ടോട്ടൽ x² 0 ആണോ, x 0 ആണോ അല്ലെ. അപ്പോൾ അതിന്റെ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 0 എന്ന് പറയുന്ന നമ്പറും ഒരു പോളിനോമിയലിന്റെ 0 ആയിട്ട് വരാം. 0 മേ ബി 0 ഓഫ് എ പോളിനോമിയൽ. അപ്പോൾ ഒരു പോളിനോമിയലിന്റെ 0 എന്ന് പറയുന്ന കൺസെപ്റ്റ് അത് 0 എന്നുള്ള നമ്പർ തന്നെ വരണമെന്നൊന്നുമില്ല. 0യും വരാം. 0 എന്നുള്ള നമ്പർ തന്നെ ആണെന്നൊന്നുമില്ല. ഒരു പോളിനോമിയലിന്റെ 0 ആയിട്ട് 1 വരാം, 2 വരാം, -1 വരാം, ഏത് നമ്പർ വേണേ വരാം, കുഴപ്പമൊന്നുമില്ല. അത് പോളിനോമിയൽ അനുസരിച്ച് മാറും. 0യും വരാൻ വേണമെങ്കിൽ ഇതാ ഈ പോളിനോമിയലിന്റെ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ അല്ലേ? അതാണ് ആദ്യത്തെ 2 പോയിന്റ്സ്. ഇനി എല്ലാ ലീനിയർ പോളിനോമിയലിനും ഒരൊറ്റ 0 ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? ഇനി ഒരു പോളിനോമിയലിന് ഒന്നിലധികം സീറോസ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ x² - 1, ഈ പോളിനോമിയലിന്റെ സീറോസ് ആയിട്ട് 1ഉം വരും, -1ഉം വരും. കാരണം എക്സിന് വരെ 1 കൊടുത്താൽ 1² - 1, 1 - 1 0 ആണ്. എക്സിന് വരെ -1 കൊടുത്താലോ -1² - 1, -1² 1 അല്ലേ, 1 - 1 0 തന്നെയല്ലേ കിട്ടുക. അപ്പോൾ ഈ പോളിനോമിയലിൽ 0 ആയിട്ട് 2 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഒരു പോളിനോമിയലിന് ഒന്നിൽ കൂടുതൽ സീറോസും ഉണ്ടാവാം. ഓക്കെ അല്ലേ? യെസ്, ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ, ജോമെട്രിക്കൽ മീനിങ് ഓഫ് സീറോസ് ഓഫ് എ പോളിനോമിയൽ. ഒരു പോളിനോമിയലിന്റെ സീറോസിന്റെ ജോമെട്രിക്കൽ മീനിങ്. ആദ്യം തന്നെ ലീനിയർ പോളിനോമിയൽ എടുക്കാം. അപ്പോൾ ജനറലി പറയാം എല്ലാ പോളിനോമിയൽസും നമുക്ക് ഗ്രാഫ് ഉണ്ടാവും. ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ലീനിയർ ആണെങ്കിലും ക്യൂബിക് ആണെങ്കിലും ക്വാഡ്രാറ്റിക് ആണെങ്കിലും ഒക്കെ അതിന് ഗ്രാഫ് ഉണ്ട്. അപ്പോൾ ആ ഗ്രാഫ് എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് ആണ് അതിന്റെ സീറോസ് എന്ന് പറയുന്നത്. ആ ഗ്രാഫ് എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്ന നമുക്ക് കട്ട് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി കേട്ടോ. ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന പോയിന്റ്സ്, അതാണത് അതിന്റെ സീറോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രാഫ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസ് വരച്ചു. ഇനി ഒരു പോളിനോമിയൽ വരയ്ക്കുകയാണേ. ഞാൻ ഇങ്ങനെ ഒരു പോളിനോമിയൽ വരച്ചു. ഈ പോളിനോമിയൽ എക്സ് ആക്സിന് എത്ര പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ടടാ? 1, 2, 3 പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പോളിനോമിയലിൽ 3 സീറോസ് ഉള്ളത്. ഇനി ആ സീറോസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് ഇല്ലടാ, ആ ടച്ച് ചെയ്യുന്ന പോയിന്റ്സിന്റെ എക്സ് കോർഡിനേറ്റ്സ് ഏതാണോ അതൊക്കെയാണ് അതിന്റെ സീറോസ്. ഫോർ എക്സാമ്പിൾ ഈ എക്സ് കോർഡിനേറ്റ് -2, ഇത് 1, ഇത് 3 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ പോളിനോമിയൽസിന്റെ സീറോസ് എന്ന് പറഞ്ഞാൽ -2, 1, 3 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗ്രാഫ് എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ്സിന്റെ എണ്ണം എത്രയാണോ അത്രയും സീറോസ് ഉണ്ടാവുക. ആ സീറോസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കട്ട് ചെയ്യുന്ന പോയിന്റ്സിന്റെ, എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്സിന്റെ അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്സിന്റെ എക്സ് കോർഡിനേറ്റ്സ് ആണ് വരിക. ഓക്കെ അല്ലേ? കൺസെപ്റ്റ്സ് ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി ലീനിയർ പോളിനോമിയലിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത് മാക്സിമം എക്സ് ആക്സിനെ ഒരൊറ്റ പോയിന്റിലെ കട്ട് ചെയ്യുള്ളൂ.
ദാറ്റ് മീൻസ് ലീനിയർ പോളിനോമിയലിന് ഒറ്റ സീറോ അല്ലേ ഉള്ളൂടാ. ലീനിയർ പോളിനോമിയലിനെ ഒറ്റ സീറോ അല്ലേ ഉള്ളൂ. അപ്പോൾ അത് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഒരൊറ്റ പോയിന്റ് ആക്കി മാക്സിമം കട്ട് ചെയ്യുന്നുണ്ടാവുക ലീനിയർ പോളിനോമിയൽ കേട്ടോ. ഓക്കെ, ഇനി സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സീറോസ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. സീറോസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒന്നുകിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല കാരണം ഓൾറെഡി ആ ചാപ്റ്ററിൽ അത് ഡിസ്കസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്കുള്ള മെത്തേഡ് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡാണ്. അതിൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് സൈലം എന്ന് സെർച്ച് ചെയ്യുക. ആ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാത്തത് വല്ലാതെ ലെങ്ത് കൂടി പോകും. കാരണം ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-15 മിനിറ്റുള്ള വീഡിയോ ആണ്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ, അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതി. യൂട്യൂബ് എടുക്കുക, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം മെത്തേഡ് സൈലം എന്ന് സെർച്ച് ചെയ്യുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് കേട്ടോ, അത് പെൻഡിങ് ആണ്, അതൊന്ന് ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അത് നോക്കി നിങ്ങൾ പഠിച്ചോളാം. ഓക്കെ, ഇനി നമ്മൾ ജോമെട്രിക്കൽ മീനിങ് ഓഫ് സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. നമ്മൾ ലീനിയർ പോളിനോമിയലിന്റെ ഗ്രാഫിന്റെ ഷേപ്പ് സ്ട്രെയിറ്റ് ലൈനാന്ന് പഠിച്ചു അല്ലേ. അങ്ങനെ വെച്ചാൽ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഗ്രാഫിന്റെ ഷേപ്പ് എന്താ അറിയടാ? പരാബോളിക് ഷേപ്പാണ്. പരാബോള എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഷേപ്പാണ്. റാ അല്ലേ, റാ തിരിച്ചിട്ട് അല്ലെങ്കിൽ റാ കുത്തനെ എഴുതിയ പോലെ. അതിൽ ഒന്നുകിൽ ഇങ്ങനെ വരാം അല്ലെങ്കിൽ താഴോട്ടേക്ക് ഓപ്പൺ ആയിട്ട് വരാം കേട്ടോ. പരാബോള ഒന്നുകിൽ മേലോട്ടേക്ക് ഓപ്പൺ ആയിട്ട് വരാം അല്ലെങ്കിൽ താഴോട്ടേക്ക് ഓപ്പൺ ആവാം. മേലോട്ടേക്ക് ഓപ്പൺ ആവുക എപ്പോഴറിയോ? ഇത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അല്ലേ, അതിന് ജനറൽ ഫോം എന്താ? ax² + bx + c. അതിൽ എ എന്ന് പറഞ്ഞാൽ എന്താ? x² കോഎഫിഷ്യന്റ്. അപ്പോൾ ആ x² കോഎഫിഷ്യന്റ് ആയിട്ടുള്ള ആ എ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിക്കും. അപ്പോൾ പരാബോള മേലോട്ടേക്ക് ഓപ്പൺ ആവും. ഇനി ആ x² കോഎഫിഷ്യന്റ് ലെസ് ദാൻ 0 ആണ്, നെഗറ്റീവ് ആണെന്ന് വിചാരിക്കും, പരാബോള ഡൗൺവേർഡ്സ് ആണ് ഓപ്പൺ ആവുക കേട്ടോ. പരാബോളന്റെ മൗത്ത് അപ്വേർഡ്സ് ഓപ്പൺ ആകുമ്പോൾ എ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എ ലെസ് ദാൻ 0 ആണെങ്കിൽ, x² കോഎഫിഷ്യന്റ് ലെസ് ദാൻ 0 ആണെങ്കിൽ പരാബോള ഡൗൺവേർഡ്സ് ഓപ്പൺ ആവും. ഇനി ആ പരാബോളേന്റെ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ അതാ ഈ പോയിന്റ് ആണ് വെർട്ടെക്സ് കേട്ടോ. അത് ഇവിടെയാണെങ്കിൽ ഇത് ഇവിടെ, ഇവിടെയാണെങ്കിൽ ഇവിടെ, അതാണ് വെർട്ടെക്സ്. ആ വെർട്ടെക്സ് കൂടെ നമ്മൾ വരയ്ക്കുന്ന ലൈനാണ്, കുത്തനുള്ള ലൈനാണ് അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത്, പരാബോളയുടെ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പരാബോളയായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അതിന്റെ സീറോസ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്, പറഞ്ഞുതരാം. നോക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇവിടെയും എന്താണ്? സീറോസ് എന്ന് പറഞ്ഞാൽ ഏത് പോളിനോമിയലാണെങ്കിലും, എല്ലാ പോളിനോമിയലും ജനറലി ഇത് തന്നെയാട്ടോ. സീറോസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്സ്, എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് ആണത് സീറോസ് എന്ന് പറയുന്നത് പോളിനോമിയലിന്റെ. അത് എല്ലാ പോളിനോമിയൽസും, ലീനിയർ ആയിക്കോട്ടെ, ക്വാഡ്രാറ്റിക് ആയിട്ടോ, ക്യൂബിക് ആയിട്ടോ, ഏത് പോളിനോമിയലാണെങ്കിലും അത് അങ്ങനെ തന്നെയാട്ടോ. അതിലൊരു മാറ്റമില്ല കേട്ടോ. ഓക്കെ, ഇവിടെ ഫസ്റ്റ് കേസ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽസിന്റെ ഗ്രാഫിൽ ഫസ്റ്റ് കേസ് ഒന്നുകിൽ താഴോട്ടേക്ക് ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ മേലോട്ടേക്ക് ഓപ്പൺ ആയിട്ട് വരാം. അത് രണ്ടിൽ ഏത് വേണം വരാം. എ പോസിറ്റീവായ മേലോട്ടേക്ക് ഓപ്പൺ ആയിരിക്കും, എ നെഗറ്റീവായ താഴോട്ടേക്ക് ഓപ്പൺ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം 3x² + 4x + 5 ആണെങ്കിൽ അതിൻ്റെത് മേലോട്ടേക്ക് ഓപ്പൺ ആയിരിക്കും ഗ്രാഫ്. ഞാൻ ജസ്റ്റ് ഈ 3x² വരും -3x² എഴുതി, ബാക്കിയെല്ലാം അതേപോലെ തന്നെ. അതിൻ്റെ ഗ്രാഫ് താഴോട്ടേക്ക് ഓപ്പൺ ആയിരിക്കും, പരാബോള താഴോട്ടേക്ക് ഓപ്പൺ ആയിരിക്കും. ഷേപ്പ് എന്താ? പരാബോളിക് ഷേപ്പ് എന്നാണ് പറയാം. പരാബോളിക് ഷേപ്പ് നമുക്ക് +1 പഠിക്കാനുണ്ട് ഇത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പരാബോളിക് ഷേപ്പിനെ പറ്റി +1 പഠിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? കാരണം ഇവിടെ എന്താ? എ മാറി, എ പോസിറ്റീവ് മാറി നെഗറ്റീവായി, അപ്പോൾ താഴോട്ടേക്ക് ഓപ്പൺ ആയി, നേരെ ഡയറക്ഷൻ മാറി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ താഴോട്ടേക്ക് ഓപ്പൺ അല്ലെങ്കിൽ മേലോട്ടേക്ക് ഓപ്പൺ. പക്ഷേ സീറോസ് എന്താ? രണ്ട് സീറോസ് ഉണ്ട്, രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സീറോസ് ഉള്ളത് അല്ലേ? രണ്ട് ഡിഫറെൻറ്റ് സീറോസ് അല്ലേ, ഒരേ പോയിന്റ് അല്ലല്ലോ, ഡിഫറെൻറ്റ് പോയിന്റ്സ് അല്ലേ എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നത്. രണ്ട് ഡിഫറെൻറ്റ് സീറോസ് കിട്ടും. അതിനെ വിളിക്കുന്ന പേര് ഡിഫറെൻറ്റ് എന്നല്ല നമ്മൾ എക്സാക്ട്ലി വേർഡ് യൂസ് ചെയ്യുക, ടു ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് എന്ന് പറയുക. എന്താണ്? ടു ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് വരുന്ന ഒരു കേസ്. അവിടെ ആ കേസിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഗ്രാഫ് എക്സ് ആക്സിനെ രണ്ട് പോയിന്റ്സ് ടച്ച് ചെയ്യുമ്പോൾ ഒന്നുകിൽ താഴോട്ടേക്ക് ഓപ്പൺ ആയിരിക്കും അല്ലെങ്കിൽ മേലോട്ടേക്ക് ഓപ്പൺ ആയിരിക്കും. അത് ഡിപ്പെൻസ് ഓൺ x² കോഎഫിഷ്യന്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് ഒറ്റ പോയിന്റിലാണ് ടച്ച് ചെയ്യുക. ഒറ്റ പോയിന്റിൽ ഗ്രാഫ് എക്സ് ആക്സിനെ ടച്ച് ചെയ്യും. അതായത് അവിടെ രണ്ട് സെയിം സീറോസ് ആണ് ഉണ്ടാവുക. ഇവിടെ രണ്ട് ഡിഫറെൻറ്റ് സീറോസ്, രണ്ട് ഡിസ്റ്റിങ് സീറോസ് ആയിരുന്നു. എന്നാൽ ഇവിടെ ഇങ്ങനത്തെ കേസിൽ ഒരൊറ്റ സീറോസ് ഉണ്ടാവും. അത് ഒന്നുകിൽ മേലോട്ടേക്ക് ഓപ്പൺ ആവും അല്ലെങ്കിൽ താഴോട്ടേക്ക് ഓപ്പൺ ആവും. ഇതും അതേപോലെ തന്നെ എനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഒറ്റ പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത് വെച്ചാൽ അവിടെ രണ്ട് സെയിം സീറോസ് ആണ് ഉണ്ടാവുക. രണ്ട് സീറോസും സെയിം ആയിരിക്കും മക്കളെ. രണ്ട് സെയിം സീറോസ് അല്ലെങ്കിൽ 1 0 എന്ന് പറയാറുണ്ട്. ഒന്നുകിൽ രണ്ട് ഈക്വൽ സീറോസ് അല്ലെങ്കിൽ ഓർ 1 0 എന്നും ഈ കേസിനെ പറയാറുണ്ട്. കാരണം ഈ പോളിനോമിയലിന്റെ 0 എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പോയിന്റ് 3 ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ പോളിനോമിയലിന്റെ ഈ എക്സ് കോർഡിനേറ്റ് പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് 3 ആണെന്ന് വിചാരിക്കും. അപ്പോൾ അതിന്റെ 0 എന്ന് പറഞ്ഞാൽ 3 ആണ്. അതിന്റെ 0 എന്ന് പറഞ്ഞാൽ 3 and 3 ആണ്, 3 ഉം 3 ഉം. അപ്പം അതിന് പകരം ജനറലി വെറും 3 എന്ന് പറയാറുണ്ട്. രണ്ടും സെയിം ആണല്ലോ, അപ്പോൾ 3 എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഒന്നുകിൽ ഒരു 0 എന്ന് പറയാം അല്ലെങ്കിൽ രണ്ട് സെയിം സീറോസ് എന്ന് പറയാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.
നെക്സ്റ്റ് വൺ, ഈ രണ്ട് കേസ് ആണെങ്കിലും ഇത് മേലോട്ടേക്ക് ഓപ്പൺ താഴോട്ടേക്ക് ഓപ്പൺ, അത് രണ്ടും വരാം കേട്ടോ. അത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇവിടെ എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നില്ല, ദാറ്റ് മീൻസ് അവിടെ സീറോ ഇല്ല. എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സീറോസ് ഉള്ളൂ. അപ്പോൾ ഇവിടെ എക്സ് ആക്സിനെ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നില്ല, അപ്പോൾ അവിടെ എന്താ നോ സീറോസ് ആണ്. സീറോസ് ഇല്ല, നോ സീറോസ്. ഓക്കെ അല്ലേ മക്കളെ? ദാറ്റ്സ് ഇറ്റ്. സോ ഫസ്റ്റ് അല്ല നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് ഒന്നൂക്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് സീറോസ്, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സീറോസ്, അല്ലെങ്കിൽ രണ്ട് ഈക്വൽ ആയിട്ടുള്ള സീറോസ്, അല്ലെങ്കിൽ ആ കേസിന് തന്നെയാണ് ഒരു സീറോ എന്ന് പറയാം, 1 0 എന്ന് പറയാറുള്ളത്. ഓക്കെ, ഇനി അതും അല്ലെങ്കിൽ സീറോസ് ഇല്ലാത്ത കേസ്. ഈ 3 കേസാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് വരാറുള്ളത്. ഓക്കെ ആണല്ലോ? ഒന്നുകിൽ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സീറോസ്, അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സീറോസ് വരുന്ന കേസ്, അല്ലെങ്കിൽ രണ്ട് ഈക്വൽ സീറോസ്, അതിന് മറ്റൊരു പേരാണ് ഒരു സീറോ ഉള്ള കേസ് എന്ന് പറയാം, അതല്ലെങ്കിൽ സീറോസേ ഇല്ലാത്ത കേസ്. ഈ 3 കേസാണ് വരിക. ഓക്കെ ആണല്ലോ? ആൻഡ് നെക്സ്റ്റ് വൺ, ജോമെട്രിക്കൽ മീനിങ് ഓഫ് സീറോ ഓഫ് എ ക്യൂബിക് പോളിനോമിയൽ. ഒരു ക്യൂബിക് പോളിനോമിയലിന്റെ സീറോസിന്റെ ജോമെട്രിക്കൽ മീനിങ് അതൊരു 2 എക്സാമ്പിൾസ് വെച്ച് നോക്കാം. ഒരു ഗ്രാഫ് കണ്ടോ, അതൊരു ക്യൂബിക് പോളിനോമിയൽ, അതാ എക്സ് ക്യൂബ് എന്ന ക്യൂബിക് പോളിനോമിയലിന്റെ ഗ്രാഫാണ്. ഇത് എക്സ് ആക്സിന് ഒറ്റ പോയിന്റിൽ ടച്ച് ചെയ്യുന്നുള്ളൂ. ഇത് ആക്ച്വലി നിങ്ങൾ കുറേ പോയിന്റിൽ ടച്ച് ചെയ്യുന്നവർ നിങ്ങൾക്ക് തോന്നും, അത് സൂം ചെയ്യുമ്പോൾ ആക്ച്വലി ഇത് സൂം ചെയ്തിട്ട് കാര്യമില്ല, കാരണം അത് ടെക്സ്റ്റ് ബുക്കിൽ ഇമേജ് ആയതുകൊണ്ട് തന്നെ സൂം ചെയ്താൽ അത്രയ്ക്ക് പിക്ചർ ക്വാളിറ്റി കിട്ടില്ല. ആക്ച്വലി ഇത് ഗ്രാഫ് ജിയോജിബ്രയിലൊക്കെ ഇട്ടിട്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ അങ്ങനെ സൂം ചെയ്യുന്നതനുസരിച്ച് ഈ ഗ്യാപ്പ് ഇങ്ങനെ കൂടി വരും. അതായത് സീറോയിൽ മാത്രമേ ഇത് ടച്ച് ചെയ്യുന്നുള്ളൂ ആക്ച്വലി. ഓക്കെ, ഇത് പിക്ചറിന്റെ പ്രശ്നമാണ്, അത്രയ്ക്ക് സൂമിങ് ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇത് ഒറ്റ പോയിന്റിൽ ടച്ച് ചെയ്യുന്നുള്ളൂ, സീറോയിൽ ടച്ച് ചെയ്യുന്നുള്ളൂ. പക്ഷേ പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞു കേട്ടോ അത്. ഓക്കെ, അപ്പോൾ അത് ഒറ്റ പോയിന്റിൽ ടച്ച് ചെയ്യുന്നുള്ളൂ, ദാറ്റ് മീൻസ് ഒരൊറ്റ സീറോയേ അതിനുള്ളൂ, അത് സീറോ ആണ്. ഇതൊരു ക്യൂബിക് പോളിനോമിയലാണ്, ഇതിന് ഒറ്റ സീറോയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്യൂബിക് പോളിനോമിയലുണ്ടോ നിങ്ങൾ, എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ്. അത് ഇതിന് 2 സീറോസ് ഉണ്ട് അല്ലേ, 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ 2 സീറോസ് ഉണ്ട്. അടുത്ത ക്യൂബിക് പോളിനോമിയലിന്റെ ഗ്രാഫ് നോക്കിയാൽ ഇത് എക്സ് ക്യൂബ് മൈനസ് 4x ഗ്രാഫാണ്. ഇത് 1 2 3 പോയിന്റ്സിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യൂബിക് പോളിനോമിയലിനെ നമ്മൾ ഒരു സീറോ കണ്ടു, 2 സീറോസുള്ള ക്യൂബിക് പോളിനോമിയലുണ്ട്, 3 സീറോസുള്ള ക്യൂബിക് പോളിനോമിയലുണ്ട് അല്ലേ. അപ്പോൾ ക്യൂബിക് പോളിനോമിയലിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 3 സീറോസേ മാക്സിമം ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെയാണ് എല്ലാ പോളിനോമിയലിനും. ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് അതിന് 2 സീറോസേ മാക്സിമം ഉണ്ടാവുള്ളൂ. ലീനിയർ പോളിനോമിയലാണ് അതിന് ഒരു സീറോയെ മാക്സിമം ഉള്ളൂ. അതായത് പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാണോ അത്രയും ഡിഗ്രി n ആണെങ്കിൽ മാക്സിമം n സീറോസ് ഉണ്ടാവുക. ഡിഗ്രി എത്രയാണോ മാക്സിമം അത്ര സീറോസ് ഉണ്ടാവുള്ളൂ, അതിൽ താഴെ ഉണ്ടാവാം. അപ്പം ക്യൂബിക് പോളിനോമിയലിൽ 2 സീറോസ് ഉണ്ട്, ഡിഗ്രി 3 ആണ്, 2 സീറോസ് ഉണ്ടാവാം. അതായത് ഡിഗ്രി എത്രയാണോ അതിന്റെ താഴെ അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള നമ്പർ ഓഫ് സീറോസേ ഉണ്ടാവുള്ളൂ. ഡിഗ്രി എത്രയാണോ മാക്സിമം അത്രയും സീറോസ് ഉണ്ടാവാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ സീറോസ് വരാൻ പാടില്ല. ഒരു ക്യൂബിക് പോളിനോമിയൽ ഒരിക്കലും 4 സീറോസ് ഉണ്ടാവില്ല, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഒരിക്കലും 3 സീറോസ് വരില്ല. പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാണോ മാക്സിമം അത്രയും നമ്പർ ഓഫ് സീറോസേ പോളിനോമിയലിന് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് എ പോളിനോമിയലാണ്. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ജനറൽ ഫോം ax² + bx + c ആണ്. ഓക്കെ, ആ പോളിനോമിയലിന്റെ സീറോസ് ആണ് ആൽഫയും ബീറ്റയും എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്താ, ആൽഫ പ്ലസ് ബീറ്റ, രണ്ടും കൂടെ ആഡ് ചെയ്യണം അല്ലേ. അതെന്ന് പറഞ്ഞാൽ എന്താ അറിയൂടാ, -b/a ആയിരിക്കും. അതായത് ax² + bx + c നമുക്ക് എയും ബിയും സിയും എടുത്ത് എഴുതാൻ അറിയാം. അപ്പോൾ സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ -b/a, പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു ബീറ്റ, അഥവാ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ c/a ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു പോളിനോമിയൽ എഴുതാം, 3x² - 2x + 1. ഇവിടെ നിങ്ങൾ എ എഴുതുക, എ എന്ന് പറഞ്ഞാൽ 3 ആണ്, ബി എത്രയാ -2, സി എത്രയാ 1 അല്ലേ. a3 b -2 c1. ഇവിടെ സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആൽഫ പ്ലസ് ബീറ്റ. സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയടാ, ഇറ്റ് ഇസ് -b/a. അപ്പോൾ മൈനസ് ഇടുന്നു കേട്ടോ, മൈനസ് ഇട്ടിട്ടാണ് പിന്നെ b/a എഴുതുന്നത്. ഇനി എന്താ എഴുതുക, ബി എഴുതുക, മൈനസ് ഇട്ടിട്ട് ബി എഴുതുക, പിന്നെ അടിയിൽ എഴുതുക അല്ലേ. മൈനസ് ഇട്ടു, ഇനി എന്താ ബി എന്താ -2 ബൈ എ എന്താ 3. അപ്പോൾ -2 എന്ന് പറഞ്ഞാൽ മൈനസ് കൂടെ പ്ലസ് ആയി 2/3. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ -b/a ആണ്, ദാറ്റ് ഈസ് 2/3. ഇവിടെ 2/3 ആണ്, മൈനസ് കൂടെ പോസിറ്റീവ് ആവും. ഇനി ആൽഫ ഇൻറ്റു ബീറ്റ, പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ c/a ആ. c/a എന്ന് പറഞ്ഞാൽ ഇവിടെ c1 ആണ്, a 3 1/3, c/a 1/3. ക്ലിയർ ആണല്ലോ? അപ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ് മൈനസ് ഓഫ് എക്സിന്റെ കോഎഫിഷ്യന്റ് ബൈ x² കോഎഫിഷ്യന്റ് ആണ്. ഇനി പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റുള്ള കോൺസ്റ്റന്റ് ടേം ബൈ കോഎഫിഷ്യന്റ് ഓഫ് x² ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക്
ഒരു കാര്യം കൂടെ എക്സ്ട്രാ പറയാനുണ്ട്. ഒരു പോളിനോമിയലിൻ്റെ അത് പറഞ്ഞല്ലോ. ഓക്കെ, സി ബൈ പറഞ്ഞല്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഒരു പോളിനോമിയലിൻ്റെ സീറോസ് ആൽഫയും ബീറ്റ എന്ന് വിചാരിക്കാം. അപ്പോൾ അത് സീറോസ് ആയിട്ട് വരുന്ന എത്ര പോളിനോമിയൽസ് ഉണ്ടെന്ന് അറിയോ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സീറോസ് ആയിട്ട് 3യും 4ഉം സീറോസ് ആയിട്ട് വരുന്ന എത്ര പോളിനോമിയൽസ് എഴുതാൻ പറ്റുന്ന അറിയോ? നമുക്ക് എത്ര പോളിനോമിയൽസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയോ? ഈ രണ്ട് നമ്പേഴ്സ് 3ഉം 4ഉം മാത്രം സീറോസ് ആയിട്ട് വരുന്ന 3ഉം 4ഉം മാത്രം സീറോസ് ആയിട്ട് വരുന്ന എത്ര പോളിനോമിയൽസ് ഉണ്ടെന്ന് അറിയോ? എത്ര നമ്പേഴ്സ് അല്ല എത്ര പോളിനോമിയൽസ് ഉണ്ടെന്ന് അറിയോ? 3ഉം 4ഉം മാത്രം സീറോസ് ആയിട്ട് വരുന്ന എത്ര പോളിനോമിയൽസ് ഉണ്ടെന്ന് അറിയോ? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോളിനോമിയൽസ് ആണ്. ആക്ച്വലി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോളിനോമിയൽസ് ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. അതായത് ഇപ്പോൾ സീറോസ് ആൽഫയും ബീറ്റ എന്ന് വിചാരിക്കാം. അപ്പോൾ അത് രണ്ടും സീറോസ് ആയിട്ട് വരുന്ന പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് എണ്ണമുണ്ട്. അത്രയും എണ്ണമുണ്ട്, നമുക്ക് എണ്ണയാ തീരൂല, അത്രയും എണ്ണമുണ്ട്. അപ്പോൾ അതിൻ്റെ ഫാമിലി എന്ന് പറയാം നമുക്ക്. ജനറലി അതിൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ കെ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ്. സം ഓഫ് സീറോസ് എന്താ? ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ആൽഫ ഇൻറ്റു ബീറ്റ. ഇതാണ് ഫാമിലി ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ആണ്. ഓക്കെ അല്ലേ? അതിൽ കെ എന്ന് പറഞ്ഞാൽ സീറോ അല്ലാത്ത ഏത് നമ്പർ വേണേ വരാം. അതായത് ഇപ്പോൾ നിങ്ങളോട് പറയാണ് 3ഉം 4ഉം സീറോസ് ആയിട്ടുള്ള ഒരു പോളിനോമിയൽ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാറിയോ? കെക്ക് നിങ്ങൾക്ക് 1 കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? അല്ലെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം കെ ഇൻറ്റു എന്താ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ്. 3ഉം 4ഉം അല്ലേ സീറോസ്, അപ്പോൾ 3 + 4 ഇൻറ്റു എക്സ്. 3 + 4 എത്രയാ? 7x പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ എന്താ? 3 × 4 12. കെ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12. ഇത് കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അതെന്താ? ഫാമിലി ഓഫ് പോളിനോമിയൽസ് എന്നാ പറയുക. ഇനി നിങ്ങളോട് എഴുതാൻ പറയും എങ്ങനെയായിരിക്കും? ചിലപ്പം റൈറ്റ് ദ ഫാമിലി ഓഫ് പോളിനോമിയൽസ് ഹാവിംഗ് സീറോസ് 3 and 4. അപ്പോൾ നിങ്ങൾ ഇത് എഴുതി വെച്ചാൽ മതി. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും പറയാം, റൈറ്റ് എ പോളിനോമിയൽ ഹാവിംഗ് സീറോസ് 3 and 4. ഒരു പോളിനോമിയൽ എഴുതാം, റൈറ്റ് എ പോളിനോമിയൽ, ഒരു പോളിനോമിയൽ എഴുതാം 3ഉം 4ഉം സീറോസ് ആയിട്ടുള്ള. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കെക്ക് വരെ 1 കൊടുത്താൽ മതിയാ. കെക്ക് വരെ 1 കൊടുത്താൽ മതി. അപ്പോൾ എന്താ? കെക്ക് വരെ 1 കൊടുത്താൽ പിന്നെ ഇത് കെ വേണ്ട, 1 വേണ്ട, പിന്നെ ഇത് മാത്രം മതി. ഇത് മാത്രം എഴുതി വെച്ചാൽ മതി. ഇനി ചിലപ്പം പറയും റൈറ്റ് 2 പോളിനോമിയൽസ് ഹാവിംഗ് സീറോസ് 3 and 4. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം കെക്ക് 1 കൊടുത്തിട്ട് ഇത് മാത്രം എഴുതി വെക്കാം. പിന്നെ എന്ത് ചെയ്യാം? രണ്ട് പോളിനോമിയൽസ് എഴുതാൻ പറഞ്ഞേ. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കെക്ക് വരെ 2 കൊടുക്കുക. അപ്പോൾ 2 ഇൻറ്റു ബ്രാക്കറ്റിൽ എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 വരും. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്താ? 2 ഇൻറ്റു എക്സ് സ്ക്വയർ 2x സ്ക്വയർ, 2 ഇൻറ്റു മൈനസ് 7x മൈനസ് 14x, 2 ഇൻറ്റു പ്ലസ് 12 പ്ലസ് 24. ഇങ്ങനെ 2 എണ്ണം. ഓക്കെ അല്ലേ? 2 എണ്ണം എഴുതാം. ഇനി 3 എണ്ണം എഴുതാൻ പറഞ്ഞാലോ? കെക്ക് വേറൊരു നമ്പർ കൊടുക്കുക. അങ്ങനെ കെക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം, നെഗറ്റീവ് നമ്പർ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. കെക്ക് 0 അല്ലാതെ ഏത് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഒക്കെ കിട്ടുന്ന പോളിനോമിയൽസിൻ്റെ ഒക്കെ സീറോസ് ഈ പറഞ്ഞ 3ഉം 4ഉം ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ട് പോളിനോമിയലിൻ്റെ സീറോസ്, ഒരു പോളിനോമിയലിൻ്റെ 2 സീറോസ് ആൽഫയും ബീറ്റയും ആണെങ്കിൽ അതിൻ്റെ ആ പോളിനോമിയലിൻ്റെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഫാമിലി ജനറൽ ഫോം എന്ന് പറയുന്നത്, ഫാമിലിയുടെ ജനറൽ ഫോം എന്ന് പറയുന്നത് കെ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ആണ്. ഓക്കെ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഇക്വേഷൻസ് ആണ്. 2 ഇക്വേഷൻസ് ആണ്. ഒറ്റ സെക്കൻഡ് ആണ്. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ആൽഫ പ്ലസ് ബീറ്റ എത്രയാണ്, ആൽഫ ഇൻറ്റു ബീറ്റ എത്രയാണെന്ന് ആയിരിക്കില്ല അധികം ചോദിക്കുക. അത് ചോദിക്കാൻ വളരെ റെയർ ആണ് ചാൻസ്. ഭൂരിഭാഗം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് 1/α + 1/β എന്താണ്? അതിന് ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൽഫ പ്ലസ് ബീറ്റ ബൈ ആൽഫ ബീറ്റ. ഇതിൽ ആൽഫ പ്ലസ് ബീറ്റയ്ക്ക് എന്താ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് അറിയാലോ? -b/a. ആൽഫ ഇൻറ്റു ബീറ്റയ്ക്ക് c/a കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അതേപോലെ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ, അതിന്റെ ഇക്വേഷൻ എന്താ? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. ഇതിൽ ആൽഫ പ്ലസ് ബീറ്റയ്ക്ക് വരെ നിങ്ങൾക്ക് -b/a കൊടുക്കുക, ആൽഫ ഇൻറ്റു ബീറ്റയ്ക്ക് വരെ c/a കൊടുക്കുക. നേരെ സോൾവ് ചെയ്യാം, വേറെ ഒന്നും ചെയ്യേണ്ട. ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ്, അതിൽ നിങ്ങൾ ഈ ഇക്വേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി, താഴത്ത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ മക്കളെ? സെറ്റ് ആണല്ലോ? എന്താ? ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു അടുത്ത ബ്രാക്കറ്റിൽ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 3 ആൽഫ ബീറ്റ. ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബിന്റെ ഇക്വേഷൻ ആണ്. ക്ലിയർ ആണല്ലോ? ഇനി അതേപോലെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ. അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 4 ആൽഫ ബീറ്റ ആണ്. -4 ആൽഫ ബീറ്റ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇതിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരുന്ന ഏരിയ ആണ്, നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇവിടെ ഒന്നുമില്ല, സംഭവം പോളിനോമിയൽ വരും, എന്നിട്ട് ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, അല്ലെങ്കിൽ ഫൈൻഡ് ദ സം ഓഫ് ക്യൂബ്സ് ഓഫ് സീറോസ് എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾക്കറിയാം പോളിനോമിയൽ എന്ന് കഴിഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ എഴുതാൻ നിങ്ങൾക്ക് അറിയാലോ.
അതേപോലെ ആൽഫ പ്ലസ് ബീറ്റ എഴുതാൻ നിങ്ങൾക്ക് അറിയാം, അതേപോലെ ആൽഫ ഇൻറ്റു ബീറ്റയും നിങ്ങൾക്ക് എഴുതാൻ അറിയാം. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ പറഞ്ഞാൽ മൈനസ് ബി ബൈ ചെയ്യുക, അത് എഴുതുക, അത് ഇവിടെ കൊടുക്കുക, ഇവിടെയും കൊടുക്കുക ആൽഫ പ്ലസ് ബീറ്റയ്ക്ക് വരാം. അതേപോലെ ഇവിടെ ആൽഫ ഇൻറ്റു ബീറ്റയ്ക്ക് വരാം സി ബൈ എയും കൊടുക്കുക, കഴിഞ്ഞു, ആൻസറായി. ക്ലിയർ ആണല്ലോ മക്കളെ? എനി ഡൗട്ട്സ്? സെറ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്, കൃത്യമായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് പറയുക. സോ ഓൾമോസ്റ്റ് ഒരു 20 minutes 30 minutes അതിൽ നമ്മൾ പോളിനോമിയൽസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ, ബൈ.